കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ മഹത്വവും വാഴ്വുകളും അർപ്പിക്കുന്നു. ഈ പ്രത്യേക യോഗത്തിൽ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ഇതിനുശേഷം ഞങ്ങളെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കുന്നു. ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹപ്രദമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ എനിക്കും നമുക്കൊരുമിച്ച് കൂടുവാനായിട്ട് സാധിച്ചില്ല. നിങ്ങളറിയുന്നത് പോലെ യാത്രയിലായിരുന്നതുകൊണ്ട് കർത്താവ് നമ്മെ അവിടെയിടങ്ങളിലായിട്ട് സൂക്ഷിച്ചല്ലോ, സഹായിച്ചല്ലോ. കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനുമായിട്ട് സ്തോത്രം. അവിടെയിടങ്ങളിൽ ക്രൈസ്തവ വിരോധം ഏറി വരുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പും പ്രിയ ഡോക്ടർ സാജുവുമൊക്കെ നമ്മെ ഓർപ്പിച്ചതുപോലെ അവിടങ്ങളിലായിട്ട് ക്രിസ്തു വിരോധികളുടെ താണ്ഡവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാലും നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ദൈവം അറിയാതെയും അനുവദിക്കാതെയുമല്ല ഇതൊന്നും സംഭവിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ സഭയെ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുകയുമില്ല. എതിർപ്പുകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. പലയിടത്തും ചിലപ്പോൾ സഭാ ഹാളുകൾ അടച്ചു പൂട്ടുന്നു, കർത്താവിൻ്റെ ദാസന്മാരെ ജയിലിലടയ്ക്കുന്നു, കള്ളക്കേസുകൾ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ദൈവം തൻ്റെ പ്രവൃത്തി മറുഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രതികൂലങ്ങൾക്കിടയിലും അനേകർ കർത്താവിനെ കണ്ടുമുട്ടുകയും പുതുതായി ധാരാളം പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ദൈവത്തിൽ സന്തോഷിപ്പാനും കൂടുതൽ ആർജവത്തോടെ കർത്താവിനായിട്ട് പ്രവർത്തിപ്പാനും സഹായിക്കുന്ന ഘടകവുമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം പിന്നെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കുവാൻ പോകുന്ന വലിയ വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന ന്യായവിധി ആണെങ്കിലും നമ്മൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, ഈ ന്യായവിധിക്ക് മുമ്പ് നടക്കേണ്ട 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിച്ചില്ല. ഇതിന് ശേഷമായിരിക്കും നമ്മളത് ചെയ്യുന്നത്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെയുള്ള ധാരാളം ജിജ്ഞാസാപൂർവമായ ചോദ്യങ്ങളും സംശയങ്ങളും നമുക്കുണ്ട് എന്നറിയാം. കഴിഞ്ഞ ദിവസവും നമ്മൾ വ്യാഴാഴ്ച രാത്രിയിലും അപ്രകാരമുള്ള ചില കാര്യങ്ങളാണ് നിത്യതയെ സംബന്ധിക്കുന്നതാണെങ്കിലും ഇപ്പോഴത്തെ വിഷയത്തോട് ചേർന്നുള്ളതായിരുന്നത് കൊണ്ട് നമ്മൾ അല്പം അതേക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ വിശദീകരണത്തിലേക്ക് നമുക്ക് ഇന്ന് വരുവാൻ കഴിയില്ല. 22-ാം അധ്യായത്തിലായിരിക്കും ആ കാര്യങ്ങളുടെ വിശദീകരണം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ബാക്കി സംശയങ്ങൾ ആ വിഷയത്തിലുള്ളവർ ഉണ്ടെന്നറിയാം. അത് നമുക്ക് 22-ാം അധ്യായം വരെ ഒന്ന് കാത്തു സൂക്ഷിക്കാം. ജാതികളെക്കുറിച്ചും നിത്യത എത്ര കാലത്തേക്കുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള വിഷയങ്ങളായിരുന്നുവല്ലോ. അത് നമുക്കവിടെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് നാം വലിയ വെള്ളസിംഹാസന ന്യായവിധി എന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷമായതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങൾ ഒന്നും കൂടെ വായിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. വെളിപ്പാട് 20:11 തൊട്ട് 15 വരെ. 20:11-15. Then I saw a great white throne and him who seated on it. The earth and sky fled from his presence, and there was no place for them. And I saw the dead, great and small, standing before the throne, and books were opened. Another book was opened, which is the book of life. The dead were judged according to what they had done, as recorded in the books. The sea gave up the dead that were in it, and death and Hades gave up the dead that were in them.
and each person was judged according to what he had done. Then death and Hades were thrown into the lake of fire. The lake of fire is the second death. If anyone's name is not found written in the book of life, he is thrown into the lake of fire. താങ്ക് യു മനെ. ശബ്ദം ഒക്കെ ക്ലിയർ ആണല്ലോ? Yes, Pastor. അപ്പോൾ ഈ ഭാഗത്ത് നാം കാണുന്നത് അന്തിമ ന്യായവിധിയാണ്. സാത്താനെയും കൂട്ടരെയും വരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ട് ന്യായം വിധിച്ച ശേഷം പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ ന്യായം വിധിക്കുന്ന ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. മനസ്സിലായല്ലോ? ഈവൻ ആഫ്റ്റർ the judgment of Satan and his angels and putting them into or casting them into the lake of fire forever. Now Christ has set his throne to judge the human beings who were deceived by the devil from the very beginning of human history. അപ്പോൾ മാനവ ചരിത്രത്തിന്റെ തുടക്കം മുതൽ പിശാചിന്റെ വഞ്ചനയ്ക്ക് അധീനപ്പെട്ടു പോയ മനുഷ്യരെ ഇവിടെ യേശു കർത്താവ് വലിയ വെള്ളസിംഹാസന ന്യായവിധിയിലൂടെ ന്യായം വിധിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ നമ്മൾ കണ്ടു ന്യായാധിപനെ കുറിച്ച്, അതിൻ്റെ സമയത്തെക്കുറിച്ച്. സമയം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, പുതുവാന ഭൂമികളുടെ സ്ഥാപനത്തിന് മുമ്പ്, അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ ദ ഇറ്റേണിറ്റി, നിത്യതയുടെ തുടക്കത്തിന് തൊട്ട് മുൻപ്. സ്തോത്രം. കാലത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിൽ. മനസ്സിലായോ? ഡ്യൂറിങ് the last moments, it may not be moments, sometimes it may take years. But we can just say at the very last moments of the time and just before the commencement of eternity, നിത്യതയുടെ തുടക്കത്തിന് മുമ്പ്, സമയത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ, ഒരുപക്ഷെ സമയം അവസാനിച്ച ശേഷവും നിത്യത തുടങ്ങുന്നതിന് മുമ്പുമുള്ള ഒരു ചെറിയ ഗ്യാപ്പിലാകാനും സാധ്യതയുണ്ട്. സ്തോത്രം. കാരണം ഇതിന് ശേഷം പിന്നെ ഒന്നുമില്ല, ഇന്ന് നമ്മൾ കാണുന്നത് പോലെ. സ്തോത്രം. 11-ാമത്തെ വാക്യം ഒന്നും കൂടെ നമ്മൾ നോക്കിക്കേ. Verse 11 once again. Then I saw a great white throne and him who was seated on it. Earth and sky fled from his presence, and there was no Earth place for them. and sky, or earth and the heavens, fled from his presence, and there was no place for them. now 21:1. Then I saw a new heaven and a new earth, for the first heaven and the first earth had passed away, and there was no longer any sea. NSC. അപ്പം 20-ന്റെ-11 21-ന്റെ-1 കൂടെ നാം ഒരുമിച്ചെടുത്താൽ ഞാൻ ഒടുവിൽ പറഞ്ഞ കാര്യം ഒരുപക്ഷെ ശരിയെന്ന് നമുക്ക് മനസ്സിലാകും. കർത്താവ് തൻ്റെ വെള്ളസിംഹാസനം സ്ഥാപിച്ചു. തൻ്റെ വലിയ വെള്ളസിംഹാസനം നമ്മുടെ കർത്താവ് ഇടുന്നു. എന്നിട്ട്
അവിടെ യോഹന്നാൻ പറയുന്നു, ഭൂമിയും ആകാശവും കർത്താവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ഫ്ലഡ് അവേ. And there was no more place for them. പിന്നെ ആകാശത്തിനും ഭൂമിക്കും ഒന്നും സ്ഥാനമുണ്ടായില്ല. 21 നമ്മൾ കണ്ടു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇന്നുള്ള ആകാശവും ഭൂമിയും കൂട്ടത്തിൽ സമുദ്രങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വെള്ളസിംഹാസന ന്യായവിധി കാലത്തിന്റെ അവസാനത്തിനും നിത്യതയുടെ ആരംഭത്തിനും ഇടയിലാകാനാണ് സാധ്യത. സ്തോത്രം. It is possible this white throne judgment may take place between the end of the time and beginning of eternity. കാരണം നമ്മൾ കണ്ടു, സിംഹാസനം ഇട്ടപ്പോൾ തന്നെ ആകാശവും ഭൂമിയും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ അവയെ കണ്ടില്ല. സ്തോത്രം. എന്നാൽ നിത്യത ഈ ന്യായവിധിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. സ്തോത്രം. ഏതായാലും നിത്യതയ്ക്ക് മുൻപാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക്, എന്തിന്, ഗോഗ് മാഗോഗ് യുദ്ധത്തിനും ശേഷമാണ് ഈ വെള്ളസിംഹാസന ന്യായവിധി. സമയത്തെക്കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞത്. സ്തോത്രം. അതോടൊപ്പം ആരുടെയെല്ലാം ന്യായവിധിയായിരിക്കും ഇവിടെ നടക്കുന്നതെന്നും നമ്മൾ കണ്ടു. മനുഷ്യരുടെ, മരിച്ചവരുടെ എന്ന് നമ്മൾ കണ്ടു. ജീവിച്ചിരിക്കുന്ന ആരും, അതായത് ജീവനോടിരുന്നിട്ട് നേരെ മരിക്കാതെ ഈ ന്യായവിധിയിലേക്ക് പ്രവേശിക്കുന്നവർ ആരുമേ ഇല്ല. മരിച്ചവരുടെ ന്യായവിധിയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കാണുകയുണ്ടായി. ആ ന്യായവിധിക്ക് ഉപയോഗിക്കപ്പെടുന്ന മാധ്യമങ്ങളെക്കുറിച്ചും അടിസ്ഥാനങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്കടുത്ത ന്യായവിധിയുമുണ്ടായി. അപ്പോൾ ഓരോരുത്തന്റെ പ്രവർത്തിക്കടുത്താണ് ഇവിടെ ന്യായം വിധിക്കപ്പെടുന്നത്. എന്നാൽ അതിലേറ്റവും പ്രധാനം ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്നുള്ളതാണ്. ജീവന്റെ പുസ്തകത്തിൽ. സ്തോത്രം. ജീവപുസ്തകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതുകൊണ്ട് അതിലേക്ക് ഇനിയും പോകുന്നില്ല. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ളവർ ഈ ന്യായവിധിയുടെ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കും. ജീവപുസ്തകത്തിൽ പേരുള്ള ചിലരും ഈ കൂട്ടത്തിൽ ന്യായം വിധിക്കപ്പെടാനിടയുണ്ട് എന്ന് നമ്മൾ കണ്ടു. അത് 1000 ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ, വിധേയത്വത്തിൽ ജീവിച്ച ശേഷവും സ്വാഭാവികമായോ മറ്റോ മരിച്ചവർ, അവരും ഈ സമയത്താണ് ഉയർക്കുന്നത്. എന്നാൽ അവർ മറ്റുള്ളവരെ പോലെ, ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ പോലെ ശിക്ഷിക്കപ്പെടുകയില്ല എന്നും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമാണോ? ശരി. മൗനത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഈ വിഷയങ്ങളിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. അപ്പോൾ ജീവപുസ്തകം തുറക്കുന്നതിൻ്റെ ആവശ്യകതയും നമ്മൾ കണ്ടു. സ്തോത്രം. തെളിയിക്കുവാൻ വേണ്ടി നിങ്ങൾ ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. സ്തോത്രം. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇവരുടെ കുറ്റപത്രം എന്നാണ്. ഇവരുടെ കുറ്റപത്രം. What is the allegation, accusation or the crime? ഇവരുടെ മേലുള്ള ആരോപണം എന്താണ്?
എന്താണ് ഇവരുടെ മേലുള്ള കുറ്റപത്രം? ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇവർ എന്തുകൊണ്ട് വിധിക്കപ്പെടുന്നു? ഇവർ വിധിക്കപ്പെടുവാനുള്ള കാരണമെന്ത്? ഇതാണ് നമ്മൾ ഇനിയും നോക്കുവാൻ പോകുന്നത്. നമ്മളതില് കാണുകയുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം നമ്മൾ നേരത്തെ പല പ്രാവശ്യങ്ങൾ പഠിച്ചതാണ്. എന്താ? അതെ, റിജക്ഷൻ ഓഫ് ദ മെസ്സായ, റിജക്ഷൻ ഓഫ് the great graceful free offer of salvation. സകല മനുഷ്യർക്കും ദൈവം തൻ്റെ കരുണയുടെ ആധിക്യത്തിൽ നൽകിയ സൗജന്യമായ രക്ഷയെ, പാപമോചനത്തെ മനഃപൂർവം നിരസിച്ചു. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കുറ്റപത്രം. ബാക്കിയുള്ളതൊക്കെ ഈ കാര്യത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണെന്നേ ഉള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റപത്രം, ദൈവം മനുഷ്യജാതിക്ക്, അതിൽ ഈ ഓരോ വ്യക്തിയും ഉൾപ്പെടും, ഈ ഓരോ വ്യക്തിക്കും സൗജന്യമായി നൽകിയ കൃപയുടെ ബഹുത്വത്തെ, രക്ഷാദാനത്തെയും രക്ഷകനെയും അവർ നിരസിച്ചു, തള്ളിപ്പറഞ്ഞു, കൈക്കൊണ്ടില്ല. സ്തോത്രം. വേണ്ടെന്ന് വെച്ചു. അതും എങ്ങനെ? മനഃപൂർവം. സ്തോത്രം. voluntarily as well as by the deception of the devil, they despised divine offer of salvation. ദൈവത്തിൻ്റെ സൗജന്യദാനമായ രക്ഷയെ ഇവർ ബോധപൂർവവും അല്ലെങ്കിൽ മനഃപൂർവവും പിശാചിന്റെ അടിമത്വത്തിലും വഞ്ചനയിലും പെട്ട് അവര് നിരസിച്ചു. സ്തോത്രം. നിരസിച്ചു. നമ്മളതിന് പല വാക്യങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 1-2 വാക്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകും, നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കർത്താവായ യേശു തന്നെ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽക്ക് 19 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗങ്ങളിൽ ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് ഫ്രം 15 to 19, അവിടെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, എന്ന് വെച്ചാൽ ശിക്ഷ വിധിപ്പാനല്ല. God sent his son not to condemn the world but to save, to redeem the world. പകരം ലോകത്തെ രക്ഷിപ്പാനായിട്ട്. പക്ഷെ ഇനിയും ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ അതിന് കാരണം എന്താണ്? 17 തൊട്ടൊന്ന് വായിച്ചോ. For God did not send his Son into the world to condemn the world, but in order that the world might be saved through him. Whoever believes in him is not condemned, but whoever does not believe is condemned already, because he has not believed in the name of the only Son of God. This is the major sin, accusation, or rather the crime
the proven crime. It is not just an allegation or accusation. It is a proven crime of these people who are being judged and condemned. Because it says, the verse says, they are already condemned, even while they were living. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കായികയാൽ അവർ ഇപ്പോൾ തന്നെ ശിക്ഷാവിധിയിലാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാതെ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ശിക്ഷാവിധിയിൽ ജീവിക്കുന്നു. ഇതാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നവരുടെ, വിധിക്കപ്പെടുന്നവരുടെ കുറ്റപത്രത്തിലെ പ്രധാന ഘടകം. സ്തോത്രം. അവർ ചെയ്ത വേറെ ഒരു പ്രവൃത്തിയുമല്ല. അപ്പോൾ ഓർക്കുക, മനുഷ്യർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല മനുഷ്യരെ നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളിവിടുന്നത്. പകരം അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് പലരും പറയുന്നത് പോലെ പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും ചെയ്യാതെ നല്ല നീതിമാന്മാരായിട്ട് ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഈ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നില്ല, രക്ഷപ്പെട്ടേനെ. നമ്മുടെ ഇടയിലും ആൾക്കാർ പറയാറുണ്ട്, അവർ പെന്തക്കോസ്തുകാർ അല്ലെന്നേ ഉള്ളൂ, പക്ഷേ പെന്തക്കോസ്തുകാരേക്കാൾ നന്നായിട്ടാ ജീവിക്കുന്നത്. നമ്മൾ പോലും പറയാറുണ്ട്, പാസ്റ്റർമാരെക്കാൾ നന്നായിട്ടാ അവർ ജീവിക്കുന്നത്. സ്തോത്രം. ശരിയാ, നമ്മളെക്കാൾ നന്നായി ജീവിക്കുന്ന ധാരാളം പേർ സഭയ്ക്ക് പുറത്തുണ്ട്. പലരുടെയും സംശയം അതാണ്. ഏറെ നന്മ ചെയ്തിട്ടുള്ള മനുഷ്യർ, സ്വത്ത് മുഴുവനും സാധുക്കൾക്ക് വേണ്ടി വിതരണം ചെയ്ത മനുഷ്യർ, തെരുവോരങ്ങളിൽ പുഴുവരിച്ചു കിടക്കുന്ന മനുഷ്യരെ സ്വന്തം കൈകൊണ്ട് ശുശ്രൂഷിച്ച മനുഷ്യർ, എന്താ ഇവരാരും കർത്താവിന്റെ രാജ്യത്തിൽ പോകത്തില്ലെന്നാ നിങ്ങൾ പറയുന്നേ? നമ്മുടെ ആൾക്കാർ തന്നെ പലരും ചോദിക്കാറുള്ള ചോദ്യം. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒഴിയാൻ, നിത്യജീവനിൽ കടക്കാൻ ഇതൊന്നുമല്ല ആധാരം. ഏക ആധാരം കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നുവോ ഇല്ലയോ, അത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മളാരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആരുടെയും യാതൊരു നന്മ നിമിത്തവുമല്ല, നമ്മുടെ വിശുദ്ധിയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, ഭക്തിയുടെ ആഴം കൊണ്ടല്ല. കേവലം നമുക്ക് പകരമായി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. എന്നാൽ ഈ കൂട്ടർ, ഇവിടെ വെള്ളസിംഹാസന വിധിയിൽ ശിക്ഷിക്കപ്പെടുന്നവർ എന്ത് ചെയ്തിട്ടില്ല? യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കുക എന്ന് പറയുന്നത് കേവലം ബൗദ്ധികമായ ഒരു അംഗീകാരമായിട്ട് കാണരുത്. സ്തോത്രം. പകരം ഇവിടെ വിശ്വാസത്തിന് യേശുവിനെ ഏറ്റുകൊള്ളുക, യേശുവുമായി വ്യക്തിപര ബന്ധം സ്ഥാപിക്കുക, യേശുവിനെ അനുസരിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളുമുണ്ട്. സ്തോത്രം. മറ്റൊരു
രീതിയിൽ പറഞ്ഞാൽ ലൂക്കോസ് 13:3, ലൂക്ക് 13:3, I tell you, no, but unless you repent, you too will perish. 5:5, I tell you, no, but unless you repent, you too will all perish. അപ്പോൾ ഇവർ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള കാരണം യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇവരെല്ലാവരും നശിച്ചു പോകുന്നതിനുള്ള കാരണം ഇവരുടെ കുറ്റപത്രം, ഇവരുടെ പ്രൂവൺ ക്രൈം എന്താണ്? അൺറിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെടായിക, മാനസാന്തരമില്ലായ്മ. അപ്പോൾ എല്ലാം ഒരേ വിഷയം തന്നെ 2-3 വീക്ഷണകോണുകളിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ സൗജന്യദാനമായ ദൈവപുത്രനെ വിശ്വസിച്ച് സൗജന്യ രക്ഷ സ്വീകരിച്ചിട്ടില്ല. രക്ഷകനെയും രക്ഷയെയും നിരസിച്ചു. രണ്ടാമത്തേത് നാം ഇവിടെ കാണുന്നു. എന്താണ് ഈ വലിയ വെള്ളസിംഹാസന വിധിയിൽ വിധിക്കപ്പെടുന്നവരുടെ രണ്ടാമത്തെ കുറ്റം? No repentance. അൺറിപ്പൻറ്റൻസ്, മാനസാന്തരമില്ലായ്മ. പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടില്ല. സ്തോത്രം, മാനസാന്തരപ്പെട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ മുമ്പേ വായിച്ചതിന്റെ ബാക്കി വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? This is the verdict. Light has come into the world, but men loved darkness instead of the light because of their deeds were evil. Everyone, ഇതാണ് അവരുടെ തെറ്റ്, ഇതാണ് അവരുടെ കുറ്റം. വെളിച്ചം ലോകത്തിലേക്ക് വന്നു, പക്ഷേ മനുഷ്യർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു, അതിനെ തിരഞ്ഞെടുത്തു. മനുഷ്യരുടെ പ്രവർത്തികൾ ദോഷമുള്ളതാ. സ്തോത്രം. അപ്പോൾ അതിനെ വേണമെങ്കിൽ അടുത്ത ഒന്നായിട്ട് കണക്കാക്കാം. എന്താണ് ഈ കൂട്ടരുടെ കുറ്റം? അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. വെളിച്ചം ലോകത്തിൽ വന്ന ശേഷവും അവരുടെ പ്രവൃത്തി ദോഷമുള്ളതായിരുന്നു. അതായത് മനഃപൂർവം അവർ പാപം ചെയ്തു. മനഃപൂർവം അവർ പാപം ചെയ്തു. ഏറ്റവും വലിയത്, അവർ മശിഹായെ നിരസിച്ചു. യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യ രക്ഷയും രക്ഷകനെയും അവർ പുറന്തള്ളി, കൈക്കൊണ്ടില്ല. 2, അവർ മാനസാന്തരപ്പെട്ടില്ല. 3, അവർ മനഃപൂർവം പാപത്തെ സ്നേഹിച്ചു. പാപത്തെ വെറുക്കുകയാണ് വേണ്ടത്. There should be hatred towards sin, but these people loved darkness. They loved wickedness, evil, sin. സ്തോത്രം. അവർ ഇവരുടെ ഉള്ളിൽ നിന്ന് പാപം വിട്ടുപോയില്ല. പാപത്തെ വെറുക്കുകയാണ് വേണ്ടത്, പക്ഷേ വെറുത്തില്ല. പകരം അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു.
ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഒന്നും അർത്ഥം ഞാൻ ഇവിടെ വ്യാഖ്യാനിക്കേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പാപപ്രവർത്തികൾ. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞു, ആരും ശിക്ഷിക്കപ്പെടുന്നത് അവർ ചെയ്യുന്ന പാപപ്രവർത്തികൾ നിമിത്തമല്ല എന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് മറുപടിയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പാപപ്രവർത്തികൾക്ക് ശിക്ഷയില്ലേ? ഉണ്ട്, ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു, ആ പാപപ്രവർത്തികളും ഈ മനുഷ്യരെ എവിടേക്ക് തള്ളിവിടുന്നു? നരകത്തിലേക്ക്, നിത്യ ശിക്ഷാവിധിയിലേക്ക്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. അലിഗേഷൻ, അക്യൂസേഷൻ, ക്രൈം. 2 തെസ്സലോനിക്കർ 1:9-10. 2 Thessalonians 1:9-10. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. മർക്കോസ് 16:15 കൂടെ. മാർക്ക് 16:15. പിന്നെ അവൻ He said to them, "Go into all the world and preach the good news to all creation." തീർന്നോ? Whoever believes and is baptized will be saved, but whoever does not believe will be condemned. കർത്താവ് പറഞ്ഞു, whoever believes the good news you preach will be saved, and whoever does not believe will be condemned. Same Paul also says, who will be cast into eternal destruction, eternal condemnation? Those who do not obey the gospel. യേശുക്രിസ്തു പുനരുത്ഥാന ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും, ടു ഓൾ ക്രീച്ചേഴ്സ്, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ചിലര് ചോദിക്കാറുണ്ട്, ഇവിടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും, പക്ഷേ ശിക്ഷിക്കപ്പെടുന്നവരെ കുറിച്ച് സ്നാനപ്പെട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സ്നാനപ്പെടണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസമേ ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ പടി വരുന്നതേ ഇല്ല. സ്തോത്രം. അപ്പോൾ വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിലകപ്പെടും. അത് തന്നെ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു. സുവിശേഷം അനുസരിക്കാത്തവർ, so those who do not believe or those who do not obey the gospel. So the fourth crime of these people is unbelief, disbelief, or disobeying the gospel of Jesus Christ. ഈ മനുഷ്യരുടെ നാലാമത്തെ കുറ്റം, അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല, സുവിശേഷത്തെ അനുസരിച്ചില്ല എന്നുള്ളതാണ്. സ്തോത്രം. അനുസരിച്ചില്ല.
അതാണ് ചിലപ്പോൾ ചിലർ എനിക്ക് വിശ്വാസമുണ്ടെന്നൊക്കെ പറയും, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല. അപ്പോൾ വിശ്വാസം കേവലം മനസ്സിലുള്ള ഒരു അംഗീകാരമല്ല, അനുസരണമാണ്. ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം. അനുസരണമില്ലാതെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. സ്തോത്രം, പൂർണ്ണമാവുന്നില്ല. അപ്പോൾ കുറഞ്ഞത് ഈ 4 കുറ്റങ്ങളാണ് ഈ മനുഷ്യർക്കുള്ളത്. സ്തോത്രം. അതിനകത്ത് ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഒന്നുകൂടെ പറയാം. ദൈവം സൗജന്യമായി നൽകിയ രക്ഷയെയും രക്ഷകനെയും അവർ തള്ളിക്കളഞ്ഞു, നിരസിച്ചു. 2, അവർ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. 3, അവർ പാപം ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. They loved the momentary pleasure of sin. പാപത്തിന്റെ തൽക്കാല സുഖത്തെ അവർ ഏറെ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ഇപ്പം മഴക്കാലം തുടങ്ങി. വെളുപ്പംകാലത്തൊക്കെ പലയിടത്തും നല്ല മഴയാണ്. രാത്രിയിലൊന്നും ഉറക്കം വരാത്തവർക്കും ആ വെളുപ്പിനെ ഒന്ന് പുതച്ച് മൂടി അങ്ങോട്ട് കിടന്നാൽ നല്ല സുഖം ഉറങ്ങാൻ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടി തോന്നും, ജോലിക്ക് പോകാൻ മടി തോന്നും, കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ സുഖമാണ്. ആ ഒരു സുഖം ഇഷ്ടപ്പെടുന്നത് പോലെ പാപത്തിന്റെ സുഖം ഇഷ്ടപ്പെട്ട് പാപം ചെയ്യുന്നു. അത് ഇവർക്കെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമാണ്. 4-ാമത്തേതാണ് നമ്മൾ കണ്ടത്. സുവിശേഷത്തിൽ വിശ്വസിക്കുകയോ സുവിശേഷത്തെ അനുസരിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഇവർ പാപം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ നിരസിക്കുന്നതും സാത്താനെ അനുസരിക്കുന്നതും ആ പാപത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വരും കേട്ടോ. സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജനത്തിനെതിരായിട്ട്, ഈ മനുഷ്യ സമൂഹത്തിനെതിരായിട്ട് കുറ്റപത്രമായി സമർപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുണ്ടാകുന്ന ആരോപണം. അത് നിഷേധിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും അവസരമുണ്ട്. കാരണം ഇത് നീതിയുള്ള ന്യായാധിപന്റെ കോടതിയാണ്. അന്യായം ലേശമില്ല. അതുകൊണ്ട് അവരവർക്ക് അവരവരുടെ കേസ് വാദിക്കാനും ഈ ആരോപണങ്ങൾ തള്ളിക്കളയാനും അവകാശം ഉണ്ടായിരിക്കും. അതിന് മനുഷ്യർ ശ്രമിക്കത്തില്ലേ? ശ്രമിക്കും, തീർച്ചയായിട്ടും. ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കാനായിട്ട് ഈ വിധിക്കപ്പെടാൻ പോകുന്ന മനുഷ്യർ ശ്രമിക്കും. അപ്പോഴാണ് അവർക്കെതിരായി അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പുസ്തകങ്ങളെ തുറക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ വ്യവസ്ഥ, സ്രഷ്ടാവിന്റെ വ്യവസ്ഥ ഇന്നതായിരുന്നു. 2, ഓർമ്മയുടെ പുസ്തകത്തിൽ മനുഷ്യരുടെ ഓരോരുത്തരുടെയും സകല കാര്യങ്ങളും ശേഖരിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് 2 ആകുമ്പം പിന്നെ നിഷേധിക്കാൻ ആരെങ്കിലും കാണൂ? ഇല്ല. തൊണ്ടി സഹിതം ഇവിടെ ഓരോരുത്തരുടെയും കുറ്റം തെളിയിക്കപ്പെടുക. വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് വിടുകയല്ല. നമ്മൾ കണ്ടതാണല്ലോ,
നമ്മുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്ന് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന മുംബൈ മഹാനഗരത്തിൽ ഒരു ദിവസം വൈകുന്നേരം ചില ആതങ്കവാദികൾ, ഭീകരവാദികൾ വന്ന് ബോംബെയിലെ വളരെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ, ഹോട്ടലുകൾ, തെരുവുകൾ, ആശുപത്രികൾ ഇവിടെയൊക്കെ കയറി മെഷീൻ ഗണ്ണും കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ, ഇന്ത്യക്കാരെ തുരുതുരെ വെടിവെച്ച് വീഴ്ത്തി. അതിൽ ഒരു ഭീകരവാദി ജീവനോടെ പിടിക്കപ്പെട്ടു, അജ്മൽ കസം. എല്ലാവരും പറഞ്ഞു അവനെ വെടിവെച്ച് കൊല്ല. പക്ഷേ അവനെയും എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിനെതിരായി നമ്മുടെ സഹോദരങ്ങളെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് നമ്മൾ സ്കൂളിലൊക്കെ പ്ലഡ്ജ് ചെയ്തത് ഓർക്കുമല്ലോ. അത് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ സഹോദരങ്ങളെന്ന്. ഇന്ത്യക്കാർ അവരെ കൊന്നുമുടിച്ച ഈ മനുഷ്യനെ പിടിച്ച് എത്ര കോടി രൂപ അവന് വേണ്ടി ചെലവാക്കിയെന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ പ്രസിഡന്റിന് കൊടുക്കാത്ത സെക്യൂരിറ്റി അവന് കൊടുത്തു ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. അപ്പം ഏറെ നാളുകൾ അവനെ വിസ്തരിച്ചു. നമ്മുടെ ഇന്ത്യക്കാരൻ തന്നെയായ ഒരു വക്കീലിനെ അവന് വേണ്ടി കൊടുത്തു. കാരണം നീതി വ്യവസ്ഥ പറയുന്നു, ഏതൊരു കുറ്റവാളിക്കും അവന്റെ ഭാഗം വാദിച്ച് അവന്റെ മേലുള്ള ആരോപണം നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശമുണ്ട്. മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റിൽപ്പെട്ടതാ. അനീതിയുള്ള ലോകത്തിൽ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുള്ള സിംഹാസന വിധിയിൽ ഓരോ പാപിക്കും അവന്റെ മേലുള്ള ആരോപണങ്ങളെ നിഷേധിക്കുന്നതിനുള്ള, നിരാകരിക്കുന്നതിനുള്ള അവകാശമുണ്ടായിരിക്കും ഓരോരുത്തർക്കും. പക്ഷേ ആർക്കും അത് നിഷേധിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിനുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ കാണുന്ന ഈ എന്താണ് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഓർമ്മയുടെ പുസ്തകങ്ങൾ തുറന്നു. അതിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഇവർ നിഷേധിക്കും. പിന്നെ ഇത്രയും വലിയ പാപം ചെയ്യാമെങ്കിൽ അത് നിഷേധിക്കാനാ വയ്യാത്ത അല്ലേ? എല്ലാ തൊണ്ടി മുതലുകളും പിടിച്ച് ശാസ്ത്രീയമായിട്ടും ഡിജിറ്റലായിട്ടും ഫോറൻസിക് പരമായിട്ടും എല്ലാ നിലയിലും തെളിവുകൾ നിരത്തിയാലും നമ്മുടെ ആൾക്കാര് കുറ്റം അപ്പോഴും നിഷേധിക്കും. പിന്നെയും അപ്പർ കോർട്സിൽ, മേൽക്കോടതികളിൽ അപ്പീലുമായിട്ട് പോകും. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ്. അപ്പം ഇവിടെയും അതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടെ നമ്മൾ പറയുമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ആ കാര്യം കൂടെ പറയാം. ഇങ്ങനെ വിദഗ്ധന്മാരായ രാജ്യതന്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഭയങ്കര വാഗ്മികളും താർക്കികന്മാരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. Many judges, many advocates, diplomats, political leaders, religious leaders, debaters. These people also will be here judged. So they will, of course,
try to justify themselves. But God will make use of the books, the word of God, to prove what the Creator had set before them, the unchangeable, immovable law for them to live on this earth. And then the book of remembrance to prove what they had committed, how they had lived out their lives, how they had used their times, their resources. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവര് അവരുടെ കുറ്റം നിഷേധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഭാഗം അങ്ങനെയല്ല, നിങ്ങൾ ഈ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിലൊക്കെ കുറ്റവാളികൾ തന്നെ എന്ന് തെളിയിക്കാൻ കർത്താവ് ഓർമ്മയുടെ പുസ്തകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വേറെ സാക്ഷികളെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. There are witnesses, അത് നമുക്ക് നാളെ ചിന്തിക്കാം ദൈവം അനുവദിക്കുന്നെങ്കിൽ. എന്നാൽ ഇന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. ഇങ്ങനെ അവരുടെ കുറ്റം നിഷേധിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ അവരുടെ കുറ്റം കർത്താവ് അനിഷേധ്യമായിട്ട് തെളിയിക്കും. അപ്പോൾ എന്താ അവർ ചെയ്യാൻ പോന്നേ? When Christ the judge will prove their crimes in a way that they cannot deny, then what would be these criminals, we can call them now criminals, these criminals' response? അങ്ങനെ വരുമ്പോൾ ഈ കുറ്റവാളികളുടെ, ഈ അപരാധികളുടെ പ്രതികരണം എന്തായിരിക്കും? നമുക്കറിയാവുന്ന ഭാഗമാണ്. കർത്താവിനെ പഴിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്യും. വീണ് നമസ്കരിക്കും. യെസ്, ഷേർലി സിസ്റ്റർ. ജോൺസൺ എന്തായിരുന്നു പറഞ്ഞ കേട്ടില്ല. സ്തോത്രം. ഇങ്ങനെ വരുമ്പോഴാണ് ഫിലിപ്പിയർ 2:9-10 പ്രായോഗികമാകുന്നത്. ഒന്ന് വായിച്ചു വിട്ടേരെ. സ്തോത്രം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ചെയ്യേണ്ടി വരും. ഇങ്ങനെ കർത്താവ് ഇവരുടെ അപരാധം, ക്രൈം നിഷേധിക്കാൻ കഴിയാത്തതുപോലെ തെളിയിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തം തെളിയിക്കണ്ട, പതിയെ ചുരുളഴിക്കാൻ തുടങ്ങിയാൽ മതി. സ്തോത്രം. നമ്മുടെയൊക്കെ ഇടയിലാണെങ്കിൽ ചർച്ചിനകത്തും പുറത്തും വീടിനകത്തും പുറത്തും ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പൊളിക്കട്ടെ പറയട്ടെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നും അറിയത്തില്ലായിരിക്കും. ഇത്രയും പറഞ്ഞാൽ മതി, അപ്പോഴത്തേക്കിനും ആള് പതുങ്ങും. കാരണം പൊളിച്ചാൽ നാറുന്ന പലതും ജീവിതത്തിൽ ഉണ്ടെന്നറിയാം. അത് ഈ പറയുന്ന കക്ഷിക്ക് അറിയാമോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല. എങ്ങാനും വല്ല തെളിവ് എൻ്റെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചാണ് ആളമങ്ങുന്നത്. ഇതൊരു തന്ത്രമാണ്. ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു തന്ത്രം എന്നേ ഉള്ളൂ, സത്യസന്ധമായിട്ടുള്ളതൊന്നുമല്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കർത്താവ് ഭീഷണിപ്പെടുത്തുമൊന്നുമല്ല, കർത്താവ് തെളിയിക്കുകയാണ് നിന്റെ കുറ്റം എന്ത്. തുടങ്ങുമ്പോൾ തന്നെ ഇവൻ പറയും, അയ്യോ കർത്താവേ,
അരുതേ, യേശുവിന്റെ മുമ്പിൽ ഇവൻ മുട്ടുമടക്കും. സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങും. എന്നിട്ട് പിന്നെ കർത്താവിനെ ദുഷിക്കാനൊന്നും ഇവന് പറ്റത്തില്ല. പകരം ഇവൻ കർത്താവിനെ വാഴ്ത്തുകയുള്ളൂ. ഞാൻ കരുതുന്നത് നരകത്തിൽ പോലും കിടന്നുകൊണ്ട് സാത്താനും അവന്റെ ദൂതന്മാരും കർത്താവിനെ ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും. പക്ഷെ മനുഷ്യന്മാരായ ആരും നരകത്തിൽ പോലും കിടന്ന് കർത്താവിനെ ചീത്ത വിളിക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒരു ചിന്തയാണ്, സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നരകത്തിലും വേറെ കരച്ചിലിന്റെ ശബ്ദമൊക്കെ ഉണ്ട്. അല്ലാതെ വല്ല ഏറ്റുപറച്ചിലുകളുടെയും ശബ്ദമുണ്ടെങ്കിൽ അത് യേശുവിനെ വാഴ്ത്തുന്ന ശബ്ദമാകാനാണ് സാധ്യത. സാത്താനെ ചീത്ത വിളിക്കും തീർച്ചയായിട്ടും. അവനാ ഞങ്ങളെ ഈ പരുവത്തിൽ എത്തിച്ചതെന്ന്. ഇനി ചിലപ്പം കൂട്ടുകൂടി പാപത്തിലേക്ക് നയിച്ച മനുഷ്യരുണ്ടെങ്കിൽ അവരെയും ചീത്ത വിളിക്കുമായിരിക്കും. പിന്നെ അടുത്തെങ്ങാനും സ്വർഗത്തിൽ പോകാൻ ഒക്കാത്ത പരുവത്തിൽ ജീവിച്ച പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് പാപത്തിലേക്ക് വഴുതിപ്പോയ നരകത്തിൽ പോകുന്ന പുള്ളികളും ഈ ചൊവ്വേനേരെ ജീവിക്കാൻ പെന്തക്കോസ്തുകാരെയും പാസ്റ്റർമാരെയും നരകത്തിൽ കിടന്നുകൊണ്ട് ചീത്ത വിളിക്കും. അവന്മാർ ചൊവ്വയൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ. അപ്പം ഈ നിലയിൽ ഇവരുടെ കുറ്റം തെളിയിച്ചു കഴിയുമ്പോൾ ഇവർ ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കും. യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയും. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ എന്നുള്ള ഏറ്റുപറച്ചിലൊക്കെ നമുക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ പോകുന്നവര് യേശു തന്നെ കർത്താവെന്നും ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നരകത്തിലോട്ട് എറിയപ്പെടുന്നത്. സ്തോത്രം. റോമർ 14 അധ്യായം, റോമർ 14:11 വാക്യവും കൂടെ. 14:11 റോമൻസ്. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സ്തോത്രം. യെശയ്യാ 45 അധ്യായത്തിലെ കാര്യമാണ് ഇവിടെ പൗലോസ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫിലിപ്പിയർ 2 അധ്യായത്തിൽ നമ്മൾ വായിച്ചതും റോമാലേഖനം 14 അധ്യായത്തിൽ നമ്മൾ വായിച്ചതും കർത്താവ് നേരത്തെ തന്നെ പ്രവാചകനിലൂടെ അരുളി ചെയ്തിട്ടുള്ള വസ്തുതയാണ്. സ്തോത്രം. യെശയ്യാ 45:22 മുതൽക്കുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. സമയം തീരുന്നത് കൊണ്ട് വായിപ്പിക്കുന്നില്ല. അതിനോട് ചേർന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള 22 സങ്കീർത്തനത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളും ചേർത്ത് വയ്ക്കാവുന്നതാണ്. തങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവരും കൂടെ അവന്റെ മുമ്പിൽ വീണ് അവനെ നമസ്കരിക്കും. സ്തോത്രം. അപ്പോൾ ഈ കുറ്റമൊക്കെ തെളിയിക്കപ്പെടുമ്പോൾ അവിടെ നടക്കുന്ന കാര്യമാണ്, യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ മുമ്പിൽ ഇവർ വീണ് നമസ്കരിക്കും. യേശു കർത്താവെന്ന് ഇവര് അംഗീകരിക്കും. യേശു കർത്താവെന്ന് അവർ സ്വന്തം വായ് കൊണ്ട് ഏറ്റുപറയും. പക്ഷേ ആ ഏറ്റുപറച്ചിലുകൾ കൊണ്ടൊന്നും അവർക്ക് പാപമോചനം സാധ്യമാകില്ല, രക്ഷിക്കപ്പെടാനും കഴിയില്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ
അവരിത് തന്നെ ഉരുവിടും. മന്ത്രോച്ചാരണം ചെയ്യുന്ന പോലെ യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നരകത്തിലേക്കായിരിക്കും പോകുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, സുബോധത്തോടിരിക്കുമ്പോൾ, അവരുടെ 4 ക്രൈം, അവരുടെ 4 അപരാധങ്ങൾ റിവേർട്ട് ചെയ്യാൻ, തിരിച്ചിടാൻ നമുക്ക് ഭാഗ്യം തന്നു. സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ, സുവിശേഷത്തെ അനുസരിപ്പാൻ, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടാൻ, പാപത്തെ വെറുക്കുവാൻ, ദൈവം സൗജന്യമായി നൽകിയ രക്ഷയെയും രക്ഷകനെയും കൈക്കൊള്ളുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സ്തോത്രം. നാം മനഃപൂർവം ഇന്ന് സുബോധത്തോടെ യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയുന്നു. ഇന്ന് നാം അവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. ഇന്ന് നാം ഏറ്റുപറയുന്നത് കൊണ്ടും ഇന്ന് യേശുവിന്റെ കർത്തൃത്വത്തെ സ്വീകരിക്കുന്നത് കൊണ്ടും നമുക്ക് നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. ആ ഭാഗ്യകരമായ അനുഭവത്തിനായിട്ട് ദൈവത്തിനു സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോഴോ പിന്നീടോ ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് സുവിശേഷത്തെ അനുസരിക്കാതെ, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടാതെ, പാപങ്ങളെ പ്രിയപ്പെട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ, യേശുവിനെ ഇതുവരെയും രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളോടുള്ള സന്ദേശമാണ്: നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏക ലോകരക്ഷിതാവായ യേശുവിനെ വിശ്വസിക്കുക, സുവിശേഷം അനുസരിക്കുക, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക. സ്തോത്രം. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുക, പാപത്തെ വെറുക്കുക, എന്നിട്ട് യേശുവിൻ്റെ കർത്തൃത്വത്തിനായിട്ട് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക. എങ്കിൽ ഈ വലിയ വെള്ളസിംഹാസന ന്യായവിധിയുടെ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി ക്രിസ്തുവിനോടുകൂടെ നിത്യത ചിലവഴിപ്പാൻ നമുക്കും സാധിക്കും. ആയതിന് ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.